ഹായ് എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി നമ്മൾ ക്രിസ്മസിന് നമ്മൾ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തായിരുന്നു. റൂമിലാണേലും ടി വി ഏരിയയിലും പിന്നെ ട്രീ ആണല്ലോ നമ്മൾ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. ഇപ്പം ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയർ കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ ഇതെടുത്ത് മാറ്റിയിട്ടില്ല. മറ്റേ സമയം കിട്ടില്ല. പിന്നെ കുറച്ച് മടി, ഇതെല്ലാം ഇനി പിന്നെയും അഴിച്ച് എടുത്ത് മാറ്റി ഇനി സെപ്പറേറ്റ് വെക്കണമല്ലോ. കാരണം അത് അടുത്ത ഇയർ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണല്ലോ. അപ്പം ഇനി ഇതെല്ലാം ഞാൻ ഓർത്തു ഇനി സെപ്പറേറ്റ് ആയിട്ട് മാറ്റാം. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈസ്റ്റർ ആയാലും അടുത്ത ഓരോ പെരുന്നാളോ അങ്ങനത്തെ എന്തൊക്കെ ആയാലും ഇവിടെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതെല്ലാം തിരിച്ച് അഴിച്ചെടുത്തിട്ട് പാക്ക് ചെയ്ത് അടുത്ത വർഷത്തെ ക്രിസ്മസിന് വേണ്ടി നമുക്കിനി സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ കുറച്ച് ഈ ബോൾസും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ഇട്ട് വെക്കാനായിട്ട് കുറച്ച് കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടു. അതാകുമ്പോൾ അതിലേക്ക് നമുക്ക് പേരെഴുതിയിട്ട് നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സ്റ്റോറിലാണെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ എളുപ്പമുണ്ട്. അപ്പം അടുത്ത പ്രാവശ്യം ഈ ഒരു 1-2 ബോക്സ് മാത്രം നമുക്ക് പുറത്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ ബോക്സ് ബൈ ബോക്സ് തപ്പിയെടുത്ത് ക്രിസ്മസിൻ്റെ ആണോ ഇതിൻ്റെയാണോ ഫുള്ള് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കാർട്ടൺ ബോക്സ് മേടിച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്കിനി ഫുള്ള് ഇതിനകത്തേക്കിനി ബോളും കാര്യങ്ങളെല്ലാം ഞാൻ ഓർക്കുന്നു ഇതിനകത്ത് ഈ ചെറിയ ബോക്സിലേക്ക് ഇടാമെന്ന് ഓർക്കുന്നു. ഇനി അടുത്ത വർഷം ഞാൻ കുറേ ക്രിസ്മസിൻ്റെ പുതിയ തീംസും കാര്യങ്ങളും കുറേ കണ്ടു കിട്ടും. അപ്പം നല്ല ഇത് നമുക്ക് ആക്ച്വലി നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് നമ്മൾ ഷോപ്പിൽ പോയപ്പോൾ നമ്മൾ പെട്ടെന്ന് മേടിച്ചത്. നമ്മൾ ട്രീ മേടിക്കുന്ന പ്ലാനൊന്നും നമുക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് കയ്യിൽ കിട്ടിയ ബോൾസും കാര്യങ്ങളെല്ലാം നമ്മൾ പെട്ടെന്ന് മേടിച്ചിട്ടതാണ്. അപ്പം അടുത്ത വർഷം ഓൾറെഡി നമുക്കിപ്പം ട്രീ ആയി. അപ്പോൾ അടുത്ത വർഷം നമുക്കൊരു കുറച്ചുകൂടെ നല്ലൊരു തീമിലോ കളർ ടോണിലോ അല്ലെങ്കിൽ കളർ തീമിലോ ഒക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് ക്രിസ്മസ് ട്രീ ആക്കണമെന്നുണ്ട്. അപ്പം ഇനി ചിലപ്പം ക്രിസ്മസിൻ്റെ ഐറ്റംസും കാര്യങ്ങളെല്ലാം റേറ്റ് കുറയും. ഷോപ്പിലാണെങ്കിലും ചിലപ്പോൾ ക്ലിയറൻസ് സെയിൽ വരും, അല്ലെങ്കിൽ ഓൺലൈനാണെങ്കിലും ക്ലിയറൻസ് സെയിലൊക്കെ വരും. അപ്പോൾ ആ ടൈമിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് മേടിച്ച് വെക്കുകയാണെങ്കിൽ ക്രിസ്മസിൻ്റെ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ കുറേ ഐറ്റംസ് ആവുന്നതാനും അത്രയും ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോഴത്തേനും എല്ലാ ഐറ്റംസിനും 3 ഇരട്ടി വിലയായിരിക്കും അവർ കൂടുന്നത്. വെബ്സൈറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് റേറ്റ് കൂട്ടും. അപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ ആയിട്ട് നമുക്ക് പയ്യെ മേടിച്ച് വെക്കുകയാണെങ്കിൽ ആ സമയമാകുമ്പോഴത്തേനും നിറച്ച് ക്രിസ്മസ് ട്രീ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നിറച്ച് നമുക്ക് ഐറ്റംസ് എല്ലാം വെച്ച് നല്ലൊരു അടിപൊളി ക്രിസ്മസ് ട്രീ ആക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കുറച്ച് സാധനങ്ങളെല്ലാം നമ്മളെടുത്ത് നമ്മളിനി പാക്ക് ചെയ്യണം. കൂലിയുണ്ട് കേട്ടോ, കൂലിയും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഹെൽപ്പല്ല, അവൻ ഇതെല്ലാം വലിച്ചു പറിച്ചെടുത്ത് ഫുള്ള് നശിപ്പിക്കാൻ തോന്നുന്നു. നമുക്ക് ഫസ്റ്റ് ബോളെല്ലാം അതുമായിട്ട് ബോളെല്ലാം നമുക്ക് 1 by 1 എടുത്തിടാം. ഇടാൻ നേരത്തെ ഇത്രയും പാടില്ലായിരുന്നു കേട്ടോ. ഇനി നമ്മളിങ്ങനെ തിരിച്ചെല്ലാം അഴിച്ചെടുത്ത് വെക്കാനായിട്ടാണ് ഇടാൻ നേരത്തെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ എല്ലാം വാങ്ങിയും എല്ലാം ഇടാനായിട്ട് ഭയങ്കര ഇനി തിരിച്ചെടുത്തിനി അഴിച്ച് ഭയങ്കര മടി കേട്ടോ. നമുക്കിനി ഇതെല്ലാം അഴിച്ച് ബോക്സിലാക്കിയിട്ട് ഞാൻ കാണിക്കാം. നമ്മൾ അതിലുണ്ടായിരുന്ന ലൈറ്റെല്ലാം അയച്ചെടുത്തു. എന്നിട്ട് ഞാൻ ചെറിയൊരു ക്ലീൻ ഫില്ലിൻ്റെ വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്ത് വെച്ചു. ഇല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് ഫുള്ള് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോഴത്തേക്കും ഇത് മൊത്തം മെസ്സാവും, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കറക്റ്റായിട്ട് ഇരുന്നോളൂ. പിന്നെ അതിൻ്റെ കളറ് ഫെയ്ഡ് ആവുമോ അല്ലെങ്കിൽ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആവുമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ സിബ്ലോക്കിൻ്റെ കവർ ഉണ്ടെങ്കിൽ അതിലിട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ ഇതുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ബോളെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ബോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഏകദേശം ഒരു ബോക്സിലേക്ക് ആക്കി. ഇനി നമുക്ക് ബാക്കി ചെറിയ കുറേ ഐറ്റംസ് ഉണ്ട്, അതെല്ലാം കൂടെ ഒരു കവറിലേക്ക് ആക്കിയിട്ട് കവർ ചെയ്ത് കഴിയുമ്പം ഞാൻ കാണിക്കാം. ഇനി നമ്മളിവിടെ വാളിൽ കുറച്ച് പൈൻ ലീവ്സ് പോലത്തെ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അങ്ങനെ അത് നമ്മൾ കവർ ചെയ്തെടുത്തിനൊന്നെല്ലാം തോന്നിയിട്ട് ഇവിടെ ചെറിയൊരു ക്രിസ്മസിന് ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പൊളിച്ചെടുക്കാം. നമ്മൾ ഡബിൾ സൈഡ് ടൈപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട്
വാളിലുള്ള പെയിൻറ്റും കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നം വരില്ല. ഇനി നമുക്ക് ട്രീ മടക്കി ഫോൾഡ് ചെയ്തിട്ട് ഒരു കവറിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ ഈ സൈഡിൽ ഏകദേശം കഴിയും. ഇതിൽ നമ്മൾ മറ്റേ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ട്രീന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മളങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒരു തരത്തിൽ കെട്ടി വലിച്ച് മുറുക്കി കെട്ടി പൊന്നിട്ടു എടുത്തിട്ടുണ്ട്. കവർ ഓൾറെഡി കൂലി കടിച്ചു കയറിയോണ്ട് കുറേ ടേപ്പെല്ലാം ഒട്ടിച്ചിട്ട് എടുത്ത് ഇതിനകത്ത് ഇത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് സെറ്റാക്കി പെട്ടിയിലാക്കി അടുക്കി വെക്കാം. എനിക്ക് 2-3 പാവ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാനൊരു ചെറിയ കവറിലേക്ക് ആക്കിയിട്ട് എടുത്തു വെക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഇത് നേരെ ബോക്സിലേക്ക് ഇട്ട് കഴിയുമ്പം ബാക്കി എന്തിൻ്റെയും പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഒരു മുഷിഞ്ഞ രീതിയിലാവും അടുത്ത വർഷം. അപ്പം ഇതിലിട്ടിട്ട് നമുക്ക് മടക്കി കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കാം. ഇതിപ്പം ഞാൻ ഫസ്റ്റ് ക്രിസ്മസിൻ്റെ ടൈമിൽ ഞാൻ മേടിച്ചെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു 3.5 വർഷമായി ഇതിൻ്റെ കൂട്ടത്തിൽ. ഇതിപ്പോൾ ഒരു 2 വർഷമായി. ഇത് നമ്മൾ ഈ ക്രിസ്മസിന് മേടിച്ചാൽ നമ്മൾ ഓരോ വർഷം ക്രിസ്മസിന് പുതിയ എന്തെങ്കിലും ഒരു ഐറ്റമൊക്കെ മേടിക്കും നമ്മൾ. ഇനി നമുക്ക് നമ്മുടെ തിരിയൊക്കെ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ ഇത് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും കൊള്ളില്ലണം. പിന്നെ നമ്മൾ ക്രിസ്മസിന് മേടിക്കാൻ പറയാൻ നഷ്ടമാണ്. നമുക്കതിൻ്റെ സ്മെല്ല് പോകാണ്ടോ അല്ലെങ്കിൽ ഇത് നമ്മൾ ഡയറക്റ്റ് ഇട്ട് കഴിയുമ്പോൾ ഇത് ഓൾറെഡി പ്രിൻറ്റഡ് ടൈപ്പാണ് വരുന്നത്. അപ്പം നമ്മളത് ഡയറക്റ്റ്ലി ചുമ്മാ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പ്രിൻ്റൊക്കെ മാഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെയും മേടിക്കേണ്ടത്. ക്രിസ്മസിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ആണെങ്കിൽ അല്ലെ തന്നെ ക്യാൻഡിൽ നല്ല റേറ്റാണ്. അപ്പോൾ നമ്മൾ വെറുതെ പുതിയത് ആ ടൈമിൽ റേറ്റ് കുറവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് മേടിക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെ റീയൂസ് ചെയ്യാം. എന്തായാലും നമ്മൾ കത്തിക്കുന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ രണ്ടും റാപ്പ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്കിതെല്ലാം ബോക്സിലേക്ക്, ഞാൻ കുറേയൊക്കെ ബോക്സിലെടുത്ത് വെച്ചു. ഇനി ബാക്കി നമുക്കിതിവിടെ എടുത്ത് വെക്കാം. ഇവിടെ ഇപ്പം ഏകദേശം നമ്മുടെ ഒരു ബോക്സ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്ത് നമ്മുടെ ക്യാൻഡിലോട്ട് വെച്ചിട്ട് ഇത് അടയുമോ എന്നുള്ളത് സംശയം. അടയില്ല. ഇവിടെ നമുക്കൊരു ബോക്സ് ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ബോക്സിലേക്ക് ഇനി വെച്ച് നോക്കാം. ഇതിൽ കൊള്ളും തോന്നുന്നു കേട്ടോ, കാരണം ഇതിൽ കുറച്ച് ആ ബോക്സിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു ബോക്സാണ്. നമുക്ക് ഈ ബോൾസ് കൂടെ ഈ കവറിലേക്ക് ഇട്ടിട്ട് അതിനകത്തേക്ക് ഇടാം. കാരണം നമ്മുടെ സ്റ്റോറേജിന് അതിന് മാത്രം സ്പേസ് ഇല്ല. ഇതെല്ലാം കൂടെ ബോക്സ് ബൈ ബോക്സ് വെച്ചാൽ പോലും പിന്നെയും നിറയും അത്. അപ്പോൾ നമുക്ക് ഈ ബോൾസ് എല്ലാം കൂടെ കവറിലേക്ക് ഇട്ടിട്ട് അത് നമുക്ക് ഈ കവറിനകത്തേക്ക് ഇടാം. നമുക്ക് സെലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചുറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ പെട്ടി ഏകദേശം കിട്ടി. ഇനി എൻ്റെ പുറത്ത് നമുക്ക് എഴുതി വെക്കാം. ഇല്ലെങ്കിൽ ചിലപ്പം എനിക്ക് കുറച്ച് ഓണത്തിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഓണത്തിൻ്റെ പിന്നെ ഈ ബർത്ത്ഡേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പാർട്ടി അല്ലെങ്കിൽ സെലിബ്രേഷനൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ കുറച്ച് ബലൂൺസ്, പിന്നെ അതിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എന്തെങ്കിലും. അപ്പം ഇതെല്ലാം കൂടെ ഏകദേശം ഈ സെയിം പെട്ടി ഇതുപോലത്തെ തന്നെ പെട്ടിയിലാണ് എല്ലാം വെച്ചത്. അപ്പം ഇനി അതിൻ്റെ കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലുമൊക്കെയാണ് ഇതെടുത്ത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതെല്ലാം പെട്ടിയോട് അയച്ചു നോക്കണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ എന്താണ്. അപ്പം ഈ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇനി എഴുതി വെക്കാം മുകളിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞിട്ട്.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ ഐറ്റംസ്. നമ്മളൊരു തരത്തിൽ പാക്ക് ചെയ്തെടുത്ത് വെച്ചു. ഇനി അടുത്ത വർഷം നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് നമുക്കിത് പുറത്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. നമ്മളിവിടെ ഒന്ന് അടുക്കി വൃത്തിയാക്കി ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. ക്രിസ്മസിൻ്റെ എല്ലാം മാറ്റിയിട്ട് ഫുള്ള് ചെറിയ ഇതെല്ലാം ഫ്ലവേഴ്സെല്ലാം വെച്ചിട്ട്, ഫ്ലവേഴ്സില്ല, പ്ലാന്റ്സ്, നമുക്ക് പുതിയതായിട്ട് കിട്ടിയ പ്ലാന്റായിട്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും. നമുക്ക് പുതിയതായിട്ട് കിട്ടിയ പ്ലാന്റ് അത് ഞാനവിടെ വെച്ചു. പിന്നെ ഈ പ്ലാന്റ്സ് എല്ലാം കൂടെ ഇവിടുത്തെ ഒരു ബാസ്ക്കറ്റിനുള്ളിലാക്കി വിട്ടു ഞാൻ. ഇത് നമുക്ക് പുതിയതായിട്ട് കിട്ടിയൊരു പ്ലാന്റ് ആയിരുന്നു. നമുക്കൊരു ഹാമ്പർ കിട്ടിയതിൻ്റെ കൂട്ടത്തിൽ, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. ഓൾറെഡി ഹാമ്പർ പൊട്ടിച്ച് കഴിപ്പെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ തന്നെ കിട്ടിയൊരു ചെറിയൊരു പ്ലാന്റ് കേട്ടോ.